ഹലോ നമസ്തേ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടണേ. അപ്പോൾ രാവിലെ ചായക്കടിയൊക്കെ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. അപ്പോൾ ചായക്കടി ഉണ്ടാക്കാൻ പോണത് എന്താണെന്ന് വെച്ചാൽ പുട്ടാണ്. അപ്പോൾ വീഡിയോയിൽ ഇങ്ങനെ പറയേണ്ടതൊക്കെ മറന്നുപോയി, കാരണം കുറേ കാലമായി വീഡിയോ ഇട്ടിട്ട്, അതാണ് തോന്നുന്നുണ്ട്. അപ്പം ചായക്കടി പുട്ടാണ്. അപ്പോൾ ഈ പൊടിക്ക് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ചേർത്തിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കുക കേട്ടോ. ഉപ്പൊക്കെ ഇട്ടിട്ട്, വെള്ളത്തിലേക്ക് ഉപ്പൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കുകയാണ്. അങ്ങനെ പുട്ടുക്ക് ചായക്കടിക്ക് കറി ഉണ്ടാക്കുന്നത് ചെറുപയറും കറിയാണ് കേട്ടോ. അപ്പോൾ നാളികേരമൊക്കെ അരച്ചിട്ട്, അപ്പോൾ വെള്ളം ചേർത്ത് സെറ്റായി വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ചോറിനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് നേരം അതൊന്ന് ചൂടായിക്കോട്ടെ എന്ന് വിചാരിച്ചു. പുട്ടും പൊടിക്ക് വെള്ളമൊക്കെ ചേർത്തിട്ട് കുഴച്ച് വെച്ചതിന് ശേഷം കുറച്ച് നേരം ഇങ്ങനെ നിൽക്കണമല്ലോ. അപ്പോൾ ആ ഒരു പരിപാടി ഞാൻ കുറച്ച് നേരത്തേക്ക് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് പിന്നെ നാളികേരമൊക്കെ ഒന്ന് പൊളിച്ചെടുക്കാമല്ലോ വിചാരിച്ചു. ക്യാമറ ഓണാക്കി എത്രയോ കഴിഞ്ഞിട്ടാണ് കേട്ടോ അതൊന്ന് പൊളിച്ച് കിട്ടിയത്. കത്തിയൊക്കെ ഞാൻ മാറ്റി പിന്നെ കുറേ നേരം പൊളിച്ചതിന് ശേഷമൊക്കെയാണ് ഇത് 2 കഷ്ണമായി കയ്യിൽ കിട്ടുന്നത്. അങ്ങനെ ഞാൻ പിന്നെ ചെറുപയർ അടുപ്പത്ത് വെച്ചിട്ടോ. അപ്പോൾ ചൂടുവെള്ളം എന്തായാലും ചോറിന് വെച്ച വെള്ളം അവിടെ ഉണ്ട്. അപ്പോൾ അതിന് കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ട് ഞാൻ ചെറുപയർക്ക് വയ്ക്കട്ടെ ചെയ്തത്. അതാകുമ്പോൾ ചൂടാകുമ്പോൾ പെട്ടെന്ന് തിളച്ച് കിട്ടുമല്ലോ ചെറുപയർ. അപ്പോൾ രാവിലെയാണ് ചെറുപയർ വെള്ളത്തിലിടുന്നത് കേട്ടോ. ചില ദിവസം വെള്ളത്തിലിടുകയൊന്നുമില്ല, ചില ദിവസം നേരം വൈകിയാൽ അങ്ങനെ പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് വെള്ളത്തിലൊക്കെ ഇട്ട് വെക്കും കേട്ടോ. അങ്ങനെ നാളികേരമൊക്കെ പൊളിച്ചോടെ വെച്ചിട്ടുണ്ട് കേട്ടോ. കുറേ നേരത്തെ കഷ്ടപ്പാടിനൊടുവിൽ അതൊക്കെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ചെറുപയർ, അപ്പം ഞാൻ അതിനുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവില്ല എനിക്കറിയില്ല. വീഡിയോ ഇഷ്ടമാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഒന്ന് ഡിസ്ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ ഞാൻ പുട്ടൊക്കെ ഉണ്ടാക്കാനുള്ള സെറ്റപ്പിൽ ഞാൻ നിൽക്കുകയാണ് കേട്ടോ. ഒക്കെ റെഡിയാക്കിയുണ്ട്. അങ്ങനെ കറി ഞാൻ കുറച്ച് വെന്തപ്പോൾ പിന്നെ ഞാൻ ഗ്യാസ്മൊക്കെ വെച്ചിട്ടോ. അപ്പോൾ ഒരു നാളികേരം മാത്രം പൊളിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ പുട്ടുണ്ടാക്കണതും പുട്ടുക്കില്ല കറി ഉണ്ടാക്കണതും. അപ്പോൾ ഞാൻ പിന്നെ വേറൊന്ന് പൊളിക്കണമല്ലോ. അപ്പോൾ അതിനുള്ള മടിയും കാരണങ്ങളൊക്കെ ആയിട്ട് ഞാൻ കുറേശ്ശെ നാളികേരമൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഞാൻ എടുക്കുകയാണ്. അങ്ങനെ ഞാൻ പുട്ടൊക്കെ ചുട്ട് ഏകദേശം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അങ്ങനെ 3000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. ഞാൻ വീഡിയോ ഇടുമ്പോൾ പറയാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിൽക്കുന്നു. അപ്പോൾ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണവർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. 3000 സബ്സ്ക്രൈബേഴ്സ് ആവുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. 1 ഇയർ ആയി തുടങ്ങിയിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇത്രയും സബ്സ്ക്രൈബേഴ്സിനെ കിട്ടണമൊക്കെ വലിയ ഭാഗ്യം തന്നെയാണ്. അങ്ങനെ പണികളൊക്കെ ഏകദേശം അവിടെ ഒരുങ്ങിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ഞാൻ ഒരു 1 മണി വരെ 12 മണി വരെ എല്ലാം ഒരു വ്ളോഗൊക്കെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ ഫോണിൽ സ്പേസ് ഇല്ലായിരുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ അധികം വീഡിയോസൊന്നും എടുത്തിട്ടില്ല. ഉച്ചക്കൊക്കെ എല്ലാ സംഭവങ്ങളൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും എനിക്ക് വീഡിയോയിൽ ഇടാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ചെറുപയറൊക്കെ അടുപ്പത്ത് വെച്ചിരുന്നെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അതൊക്കെ വറവിടാൻ നിൽക്കുകയാണ് കേട്ടോ. ചെറുള്ളിയിലാണ് വറവിടുന്നത്. ചിലരൊക്കെ ഉണക്കമുളകൊക്കെ ചേർക്കട്ടോ. ഞാൻ ഉണക്കമുളകൊന്നും ചേർത്തിട്ടില്ല. അങ്ങനെ വറവിട്ട് അങ്ങനെ കറിയൊക്കെ ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കഴുകി വെക്കാൻ. അപ്പോൾ അങ്ങനെ ഞാൻ പുട്ടുണ്ടാക്കൽ ഇവിടെ തീർന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ പുട്ടും പാത്രം അപ്പുറത്ത് അടുപ്പൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആവിയിലിങ്ങനെ കിടന്ന് വേകാനുള്ളല്ലോ. അപ്പോൾ ഞാൻ ചോറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചോറൊക്കെ വെന്തുക്കണോ ഇല്ലേ എന്നൊക്കെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് കുറേ ദിവസം എന്നോട് ഇന്നും വീഡിയോ ഇടാൻ പറയുന്നുണ്ട്. ഈ വീഡിയോ തന്നെ ഞാൻ എടുത്ത് വെച്ചിട്ട് കാലം കുറേ ആയി. ഭയങ്കര മടിയാണ് വീഡിയോ എഡിറ്റ് ചെയ്യാൻ. അപ്പോൾ ഷോർട്ട് വീഡിയോ ആണ്. ഇപ്പോൾ ഞാനിങ്ങനെ മുന്നേറിപ്പോണ്ടെന്ന് ഞാൻ പറയണില്ല. ഞാൻ ഷോർട്ട് വീഡിയോക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ഷോർട്ട് വീഡിയോ ആണ് ഞാൻ മിനി വ്ളോഗൊക്കെയാണ് ഇപ്പോൾ കൂടുതൽ ഇടുന്നത്. അതും എപ്പോഴെങ്കിലുമൊക്കെ ഇടുള്ളൂ കേട്ടോ. ഭയങ്കര മടിയാണ് വീഡിയോ എഡിറ്റ് ചെയ്യാൻ. അതാണ് സംഭവം വീഡിയോ ഇടാത്തത്. അപ്പോൾ ഞാൻ ഇനി മുതൽ വീഡിയോ ഇടാൻ തുടങ്ങാം. അപ്പോൾ മടിയും കാര്യങ്ങളൊക്കെ മാറിക്കോളും. പിന്നെ അങ്ങനെ ഏകദേശം പണികളൊക്കെ അവിടെ ഒരുങ്ങിക്കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഒന്ന് വീഡിയോ എടുത്താട്ടോ. എന്നോട് ഒരുങ്ങിയിട്ടൊക്കെ ഒന്ന് വീഡിയോയിൽ നിന്നൂടെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എനിക്ക് ഇങ്ങനെ അധികം മേക്കപ്പ് ഇടുക അങ്ങനത്തെ വലിയ സംഭവങ്ങളൊന്നും താല്പര്യമില്ല. ഒരുങ്ങും ഞാൻ മേക്കപ്പ് പറയാനൊന്നുമില്ല. പിന്നെ എങ്ങോട്ടേലൊക്കെ പോകുമ്പോൾ മാത്രമല്ല, അത് വീട്ടിൽ ഇങ്ങനെ ഒരുങ്ങി നല്ല പൊട്ടൊക്കെ ഇട്ട് അതൊന്നും വലിയ താല്പര്യമില്ല കേട്ടോ. അങ്ങനെ
ചോറ് അടുപ്പത്തിട്ടതിന് ശേഷം ഞാനിത് ഇങ്ങോട്ട് മാറ്റി വെച്ചപ്പോൾ ആവിയിൽ ഇങ്ങനെ വെന്തോളം വിചാരിച്ച് അങ്ങനെ സൈഡിലേക്ക് വെച്ചതാണ്. അപ്പോൾ അത് വെന്തിക്കണോ നോക്കാൻ പോയതാണ്. പിന്നെ എൻ്റെ കൈയൊക്കെ തട്ടി ഒരു സൈഡൊക്കെ പോയി. അങ്ങനെ ഇത് അടിച്ചുവരാനൊക്കെ ഉണ്ടായിരുന്നു, അടിച്ചുവരി എടുക്കാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വീഡിയോ കണ്ടിട്ട് എന്താ തടി വെക്കാത്ത, ഒന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിച്ചൂടെ എന്നൊക്കെ പറയുന്നത്, ഞാൻ എന്താ തടി വെക്കാത്ത എനിക്കറിയില്ല കേട്ടോ. ഞാൻ പണ്ട് മുതലേ പറഞ്ഞാൽ പഠിക്കണ ആ ഒരു കാലത്തൊക്കെ പിന്നെ ഞാൻ കുറച്ചൊക്കെ തടി ഉണ്ടായിരുന്നു. അപ്പോൾ എപ്പോഴും ഒരേപോലെ ആവില്ലല്ലോ അല്ലേ. അപ്പോൾ ഏകദേശം പണികളൊക്കെ ഒരുങ്ങിയിട്ടുണ്ട്. ഉച്ചക്കുള്ള സംഭവങ്ങളൊക്കെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. പറഞ്ഞല്ലോ ഫോണിൽ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് സ്റ്റോറേജ് ഫുള്ളാണെന്ന് പ്രദർശനം ചെയ്തിരുന്നു. പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ വന്നിട്ടില്ല. പിന്നെ വേറൊരു ദിവസത്തെ വീഡിയോ ആണ് കേട്ടത്. ഇത് ഞാൻ വീട്ടിലായെന്ന് ഞങ്ങൾ കലോത്സവം കാണാൻ പോയിരുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുനിന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് വന്നത് കേട്ടോ. എന്നിട്ട് അവിടുന്ന് ഞങ്ങൾ രണ്ടാളും ഒരുമിച്ച് പോവുക ചെയ്തത്. അന്ന് വീട്ടിൽ നിന്ന് എടുത്തുവെച്ച വീഡിയോ ആണ്. ഞാൻ പറഞ്ഞല്ലോ വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഭയങ്കര മടിയാണെന്ന്. അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടിയിട്ട് അങ്ങനെ ഒരുമിച്ച് പോവുക കേട്ടോ ചെയ്തത്. ഒപ്പം പഠിച്ച കൂട്ടുകാരിയാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും ഒരുമിച്ച് അങ്ങനെ പോവുക ചെയ്തത്. പിന്നെ അതാ ഞങ്ങൾ ബോയ്സ് സ്കൂളിൽ ഞാനത് ആ പരിപാടി നടക്കുന്ന സ്കൂളിൽ എത്തിയപ്പോൾ ഈ ഒരു സംഘനൃത്തം ഉണ്ടല്ലോ, ഇതിനാട്ടോ ഫസ്റ്റ് കിട്ടിയ. മഴ പെയ്തിട്ട് ഈ കുട്ടികൾ കളി നിർത്താതെ കളി തുടർന്നു. അപ്പോൾ ഇവർക്കാണ് ഫസ്റ്റ് കിട്ടിയത്. അപ്പോൾ കണ്ടോ ഭയങ്കര നല്ല മഴ പെയ്തു. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് ഒരു ക്ലാസ്സൊക്കെ തപ്പിപ്പിടിച്ച് ക്ലാസ്സിലെത്തി. ഇവിടുന്ന് കുറച്ച് വീഡിയോസ് എടുത്തിട്ട് ക്ലാസ്സിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഞങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ ആ ക്ലാസ്സിൻ്റെ പുറകിലുള്ള വശമൊക്കെ ഞാൻ വെറുതെ ഒന്ന് വീഡിയോ എടുത്തതാണ്. അങ്ങനെ നല്ലൊരു മഴയ്ക്കൊക്കെ ശേഷം ഞങ്ങളിതാ എൻ്റെ ഉള്ളിൽ കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ പിന്നെ ക്ലാസ് റൂമൊക്കെ ഒന്ന് വീഡിയോ എടുത്തിട്ട് ഇവിടെ കുറേ കുട്ടികളെ കലാവിരുദ്ധമൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ട് കുറേ സംഭവങ്ങളൊക്കെ. അതും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. തളർന്ന് പോകരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചുമരുമ്പോൾ എഴുതി വെക്കുമല്ലോ കുട്ടികളൊക്കെ ഉണ്ടാവും. നമുക്ക് എത്ര സങ്കടം ഉണ്ടായാലും നാം ഇതുപോലെ അങ്ങനെ സ്മൈൽ ചെയ്ത് നിൽക്കണം എന്നൊക്കെയാണ് കേട്ടോ. അതിൻ്റെ അപ്പുറത്തൊക്കെ എഴുതി വെച്ചിട്ട് നല്ല രസമാണ്. ഞാനും കുറേ അതൊക്കെ വായിച്ചിട്ട് ഇങ്ങനെ ഇരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ സംഘനൃത്തവും പിന്നെ ഒപ്പനയൊക്കെ കണ്ടതിന് ശേഷം ഈ തിരുവാതിരയൊക്കെ എവിടെ കുറേ ഞങ്ങൾ അന്വേഷിച്ചിട്ടോ. പിന്നെ ഇവിടെ മഴ പെയ്തിട്ട് കണ്ടോ ആകെ വെള്ളമൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഇവിടെ തിരുവാതിരയൊക്കെയാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് കാണാൻ കട്ട വെയിറ്റിങ്ങിലാണ്. ഞങ്ങൾക്ക് തിരുവാതിര ഒപ്പനയൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ മോഹിനിയാട്ടം പറയുന്നതിൻ്റെ കഥയൊക്കെ ആ ആംഗ്യത്തിലൊക്കെ, അതായത് മോഹിനിയാട്ടം കളിക്കുന്ന ആ ഒരു രൂപത്തിലൊക്കെ മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ നമുക്ക് കണ്ടാൽ അധികമൊന്നും മനസ്സിലാവില്ലെങ്കിലും ഇരുന്ന് കാണുക ചെയ്തിട്ട്. അങ്ങനെ മഴയൊക്കെ പെയ്തിട്ട് കണ്ടോ കസേരയിലൊക്കെ വെള്ളമാണ്. അപ്പോൾ അതൊക്കെ മാറ്റി തുടച്ചിട്ടൊക്കെ ഞങ്ങളവിടെ ഇരുന്ന് കുറേ കണ്ടത് കേട്ടോ. അങ്ങനെ തിരുവാതിരയൊക്കെ കുറേ നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിന്നുണ്ടോ. ഇപ്പോൾ തുടങ്ങും എന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ നിന്നു. പക്ഷെ കുറേ നേരം കഴിഞ്ഞതിന് ശേഷമൊക്കെയാണ് തിരുവാതിര കളിച്ചത്. അങ്ങനെ ഞങ്ങൾ ഇരിക്കണതിൻ്റെ ഇടയിലൊക്കെ വെള്ളമാണ് കേട്ടോ. മഴ പെയ്തിട്ട് ഇവിടെയൊക്കെ ആകെ വെള്ളമായിട്ടുണ്ട്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ മഴ പെയ്യുമെന്ന്. കാരണം അപ്പോൾ പെട്ടെന്ന് മഴ പെയ്തതാണ്. അപ്പോൾ അമ്മയൊക്കെ വീട്ടിൽ നിന്ന് ഇങ്ങനെ വിളിച്ച് പറഞ്ഞു മഴയൊക്കെ വരുന്നുണ്ട് ഇങ്ങോട്ട് പോരുക. അപ്പോൾ മഴ പെയ്തുകൊണ്ട് നിൽക്കുന്നപ്പോഴാണ് പിന്നെ അമ്മ പറഞ്ഞത് ഇങ്ങോട്ട് പോര്, ഇടിമിന്നലൊക്കെ വരുന്നുണ്ട് എന്നൊക്കെ കേട്ടോ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇനി കുറച്ച് നേരം കൂടി നിന്നിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ നേരം കാത്തു നിന്നതിന് ശേഷം തിരുവാതിരയൊക്കെ അവിടെ തുടങ്ങിയിട്ടുണ്ട്. നല്ല രസമുണ്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് തിരിച്ചു പോന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.